ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കൂട്ടക്ഷരമാണ്. നമ്മൾ ഓൾറെഡി ഏകദേശം നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ, ചോദ്യവാക്കുകളൊക്കെ പഠിച്ചപ്പോൾ അതിനിടയിൽ പറഞ്ഞു പോയ ഒരു കൂട്ടക്ഷരമാണ്. എന്നാലും നമുക്കതിന് കുറച്ചും കൂടെ ഉദാഹരണങ്ങൾ ഉള്ള വാക്കുകൾ എടുത്തിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ബൈ. അറിയാൻ പറ്റും. എന്താണത്? പറഞ്ഞതാണല്ലോ ടീച്ചർ കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോൾ. എന്താ? എന്താണ്? എന്താ അല്ലേ? നായുടെ പകുതി ഫുള്ള് വേണ്ട, മുഴുവൻ വേണ്ട, പിന്നെ താഴേത്. എന്താണ്? എന്താ അല്ലേ? ഇപ്പം എന്താ വെച്ച് വാക്കുകൾ എഴുതിയാലോ? ഓക്കെ, യെസ്, വാക്കുകൾ എഴുതാം. നോക്കുക. പ എന്താ? ചന്ദ്രക്കല. അപ്പം എന്താ? എന്ത് അല്ലേ? എന്താണ്? പ എന്ത്? പന്ത്. ഉണ്ടാ? പന്ത് അല്ലേ? പന്ത്, ബോൾ, പന്ത്, ബോൾ. ഓക്കെ, അടുത്തത് ജ മ. ഒരു മിനിറ്റ്. മ ദ ഇ. എന്താണ്? ഇന്തി അല്ലേ? അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ജ മ ദി. എന്താണ്? ജമന്തി. ഉണ്ടോ? ജമന്തി പൂവാണത്, ജമന്തി പൂവ്. ഓക്കെ, നെക്സ്റ്റ് ച എന്താ? എന്താണത്? ച എന്താ? ചന്ത. എന്താണ്? ചന്ത. കിട്ടിയോ? മാർക്കറ്റ് അല്ലേ? നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് ചന്ത, മാർക്കറ്റ്. ഓക്കെ, അടുത്തത് ചി. ച ഇ ചി. എന്താ? അപ്പം എന്താണ്? ചി എന്താ? ചിന്ത. എന്താണ്? നമ്മുടെ ടീച്ചർ പറയാറില്ലേ, ചിന്തിച്ച് പ്രവർത്തിക്കണം, ചിന്തിച്ച് ചെയ്യണം. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ചിന്തിച്ച് ചെയ്യണം. തിങ്ക് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? തിങ്ക്, തോട്ട്. മനസ്സിലായോ? ചിന്ത. ചിന്തിച്ച് വേണം, നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് വേണം പ്രവർത്തിക്കുക. അതാണ് ചിന്ത. കിട്ടിയോ? ഓക്കെ, യെസ്. അടുത്തത് മ ഉ മു. എന്താ? വള്ളി വരുമ്പോൾ ഇന്തി, മുന്തി. എന്താണ്? ര ഇ. അപ്പം എന്താ? മു ഇന്തി ഇരി. കൂട്ടി വായിക്കുമ്പോൾ മുന്തിരി. എന്താണ്? മുന്തിരി. എന്താണ് മുന്തിരി? ഗ്രേപ്സ് അല്ലേ? നമ്മൾ കഴിക്കുന്നൊരു പഴവർഗ്ഗമാണ് മുന്തിരി അല്ലേ? ഗ്രേപ്സ്. അതാണ് മുന്തിരി. പിന്നെ അടുത്തത് ഓ. എന്താ? എന്താണ്? പിന്നെ ചന്ദ്രക്കല. അപ്പം എന്താ? ഓന്ത്. എന്താണ്? ഓന്ത്. എന്താണ്? ഓന്ത്. കമീലിയൻ. എന്താണ്? കമീലിയൻ അല്ലേ? ഇതാണ് ഓന്ത്. അതായത് നിറം മാറാൻ കഴിവുള്ള ഒരു ജീവി. അതെന്താണ്? ഓന്ത്. ചോദിച്ചു നോക്കണം കേട്ടോ പേരൻസിൻ്റെ അടുത്ത്. നിറം മാറാൻ കഴിവുള്ള ജീവി ഏതാണ്? ഏതാണത്? ഓന്ത് അല്ലേ? നമ്മളിന്ന് പഠിച്ചത് ഏതക്ഷരാണ്? കൂട്ടക്ഷരമാണ്. ഇന്ത. ഇന്ത എന്ന് പറയുന്ന കൂട്ടക്ഷരവും അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളും അല്ലേ, ഉദാഹരണമായിട്ടുള്ള വാക്കുകളുമാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.
വായിക്കാൻ മറക്കരുത്, ഉറക്കെ പറഞ്ഞെഴുതാൻ മറക്കരുത്, ഉറക്കെ വായിക്കാൻ മറക്കരുത് കേട്ടോ. പേരൻസിൻ്റെ സഹായം വേണമെങ്കിൽ അത് ചോദിച്ച് നിങ്ങൾ മലയാളം വായിക്കാനും പറയാനും എഴുതാനും പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.